മനുഷ്യ മനസ്സ് അങ്ങേയറ്റം സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ലഹരിയുടെ ഉപയോഗം മൂലം നമുക്ക് മനുഷ്യ മനസ്സിനെ പിടികിട്ടാത്ത രീതിയിലേക്ക് പോവുകയാണ്. ലഹരി മരുന്ന് കഴിക്കാത്തവർ പോലും സങ്കീർണമായ ഒരു മാനസികാവസ്ഥ സൂക്ഷിക്കുന്നു. അത് മാനസികാരോഗ്യത്തിന്റെ കുറവായിട്ട് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിലെ അഫാൻ എന്ന 23-കാരൻ 14 വയസ്സുള്ള കുഞ്ഞനുജനെയും 90 പിന്നിട്ട് മുത്തശ്ശി അടക്കം 5 പേരെ കൊലപ്പെടുത്തി. അപ്പൊ 2 മണിക്കൂറിനുള്ളിൽ 3 വീടുകളിലായിട്ട് ഉറ്റബന്ധുക്കളെയും കൂട്ടുകാരിയെയും ഒക്കെ അദ്ദേഹം കൊലപ്പെടുത്തുന്നത്. അപ്പൊ അതിന്റെ യഥാർത്ഥ പ്രേരണ എന്താണ്, അയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് വ്യക്തമല്ല. വ്യാപകമായ തോതിൽ അയാൾ ലഹരി മരുന്ന് മദ്യം ഉപയോഗിച്ചിരുന്നു, സിഗരറ്റ് വലിക്കുമായിരുന്നു എന്നല്ലാതെ മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടൊന്നുമില്ല. എന്നാൽ എറണാകുളം ജില്ലയിലെ ചേന്നമംഗലത്ത് കഴിഞ്ഞ മാസം 3 പേരെ വീട്ടിൽ കയറി തലക്കടിച്ചു കൊന്ന ഋതു ജയൻ എന്ന് പറഞ്ഞ 28-കാരന്റെ അദ്ദേഹം ലഹരിക്ക് അടിമയായിരുന്നു. ഈ ലഹരിക്ക് അടിമയാകുമ്പോൾ സംഭവിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ തലച്ചോറാണ് ഛിന്ന ഭിന്നമാക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ നിയന്ത്രണം എന്ന് പറയുന്നത് അപ്പാടെ ഇല്ലാതാവുകയാണ്. ഇപ്പൊ ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്ന വ്യക്തിയുടെ മസ്തിഷ്കത്തിൽ പ്രീ ഫ്രോണ്ടൽ ലോബ് അല്ലെങ്കിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. അത് മന്ദീഭവിക്കുകയും തകരാറിലാവുകയും ചെയ്യുകയാണ്. ഒരു വ്യക്തി എടുക്കുന്ന ബോധപൂർവമായ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണിത്. അപ്പൊ അദ്ദേഹം സമൂഹമായിട്ട് ബന്ധപ്പെടേണ്ട പെരുമാറ്റ രീതിയൊക്കെ രൂപപ്പെടുത്തേണ്ട ഈ ഭാഗം തകരാറിലാകുമ്പോൾ തെറ്റുകുറ്റങ്ങളെ വിവേചിക്കുകയും പറ്റാത്ത അവസ്ഥ ഉണ്ടാകാണ്. അതുപോലെ തന്നെ നിഷേധാത്മക വൈകാരിക പ്രതികരണങ്ങളെ നിയന്ത്രിക്കാനൊക്കെ ഫ്രീ ഫ്രോണ്ടൽ ലോബ് വേണം. അത് തകരാറിലാവുന്നതോടുകൂടി മനുഷ്യൻ മൃഗതുല്യനായി മാറുകയാണ്. ഇപ്പൊ മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വേർതിരിക്കുന്നത് മസ്തിഷ്കത്തിലെ ഈ ഫ്രീ ഫ്രോണ്ടൽ ലോബാണ്. അത് തകരാറിലാവുന്നതോടുകൂടി മൃഗതുല്യ വാസന ഒരാളിൽ പ്രത്യക്ഷപ്പെടാനിട വരാം. അപ്പൊ ആ ഒരു സാഹചര്യം കൊലയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ ഈ ഉന്മാദവും വിഭ്രാന്തിയുടെ അവസ്ഥയുമാണ് ലഹരി വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. അത് തലച്ചോറിന്റെ ആശയവിനിമയ സംവിധാനത്തെ പൂർണ്ണമായും തകരാറിലാക്കുകയാണ്. അങ്ങനെ വരുമ്പോ ഈ മസ്തിഷ്കത്തിൽ സംഭവിക്കുന്ന അപകടകരമായ രാസമാറ്റങ്ങൾ നമ്മുടെ വിശേഷ ബുദ്ധിയെ തന്നെ ഇല്ലാണ്ടാക്കും. അപ്പോ മുന്നിൽ കാണുന്ന ബന്ധു, സുഹൃത്ത് അല്ലെങ്കിൽ അമ്മ ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, കൊലയിലേക്ക് അവനെ നയിക്കുകയാണ്. അപ്പൊ ഈ രാസവസ്തുക്കളെ നിയന്ത്രിക്കൽ തന്നെയാണ് പ്രധാനമായിട്ട് കാണേണ്ടത്. പിന്നെ സമൂഹത്തിൽ കാണപ്പെടുന്ന വാർത്തകൾ ഉണ്ടാകാം, വെബ് സീരീസ്, സിനിമ ഉൾപ്പെടെയുള്ള അക്രമ സംഭവങ്ങളൊക്കെ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത് ഈ അക്രമ സംഭവങ്ങൾ ഉൾപ്പെടുന്ന സിനിമകൾ വ്യാപകമായി യുവതലമുറയെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടുത്തെ സിനിമകൾ നിരോധിച്ചാലും നമുക്ക് ഫോണിൽ കൊറിയൻ സിനിമകൾ ഉൾപ്പെടെ അക്രമാസക്തി കൂടിയ സിനിമകൾ കാണാൻ പറ്റും. അപ്പൊ ഒക്കെ അത് കണ്ട് ഒരു ദ്രവിച്ച മനസ്സ് ഉടമയായി മനുഷ്യൻ മാറുമ്പോൾ അവന്റെ മാനസികാരോഗ്യം തന്നെ തകർക്കപ്പെടുകയാണ്. അപ്പൊ അവന്റെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വെറുപ്പ്, ക്രോധം, മോഹം, പക, വിദ്വേഷം ഇതൊക്കെ അക്രമമായിട്ട് പുറപ്പെടുന്നു. അത് കൊലയിലേക്ക് നയിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ രാസലഹരിയെ നിയന്ത്രണ വിധേയമാക്കുകയും ലഹരിയുടെ വഴിയിലേക്ക് കുട്ടികൾ പോകാതിരിക്കത്തക്ക വിധത്തിൽ ശ്രമകരമായ ദൗത്യത്തെ സർക്കാരും മറ്റെല്ലാവരും ഏറ്റെടുത്ത് തിരുത്തിയില്ലെങ്കിൽ അപകടകരമായ സൂചന ഉണ്ടാകും. ഒപ്പം തന്നെ മാധ്യമങ്ങളിൽ ഇപ്രകാരമുള്ള ലഹരിയുടെ ഉപയോഗത്തെ തുടർന്നുള്ള കൊലപാതകത്തെ വിവരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം അതൊക്കെ മറ്റൊരു കൊലയിലേക്ക് കൊണ്ടുപോകാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇപ്പോ ആത്മഹത്യയുടെ വാർത്തകൾ കൂടുതൽ വരുന്ന ആഴ്ചയിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വാർത്തകളും അങ്ങനെയുള്ള സംഭവങ്ങളും ഈ പൊതുജനങ്ങളുടെ ഇടയിൽ പെടാതിരിക്കാനായിട്ട് മാധ്യമങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. തന്നെ ഈ ലഹരി മരുന്ന് വിരുദ്ധ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകൾ, ഈ കഴിഞ്ഞ 3 വർഷമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഈ കേസുകളിൽ കേരളമാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം ഈ കേന്ദ്രം പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ പോലും അതിനൊരു ശിക്ഷാവിധി ലഭിക്കുന്നത് വളരെ ചുരുക്കം പേർക്ക് മാത്രമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് കാരണം ഈ നാർക്കോട്ടിക് കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശിക്ഷയുടെ കാഠിന്യമുള്ളപ്പോൾ തന്നെ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ഇപ്പൊ ഒരു വനിതയാണെങ്കിൽ ആ വനിതയെ അറസ്റ്റ് ചെയ്യുവാനുള്ള സംവിധാനം ഉണ്ടാകുമ്പോൾ വനിതാ കോൺസ്റ്റബിൾ ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ ഇത് വീഡിയോയിൽ പകർത്തണം.
അതുപോലെ തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വതന്ത്ര സാക്ഷികൾ ഇത് കണ്ടുകെട്ടുമ്പോഴും ആ വസ്തു മാർക്ക് ചെയ്യപ്പെട്ട് എടുക്കുമ്പോഴും ഒക്കെ ഉണ്ടാകണമെന്നുള്ള ഒരുപാട് ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങളിൽ ഏതെങ്കിലും ഒന്നില്ലാതെ പോകുമ്പോൾ ഈ കേസ് ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം കുറവാണ്. പിന്നെ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആകുമ്പോൾ മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്ന സുവിശേഷം ഉണ്ടാവുന്നത്. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പോലീസ് കുറച്ചും കൂടെ കർശനമാക്കിയതോടുകൂടി 90% കേസുകളും ശിക്ഷിക്കപ്പെടുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. തീർച്ചയായും. അതുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഒത്തിരിയധികം അക്രമങ്ങൾ അതിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിലൊക്കെയും ലഹരിയുടെ പങ്ക് അത് വളരെ വലുതായി തന്നെ കാണുന്നുണ്ട്. എന്നാൽ പോലും ഈ പോലീസിന് ഇതിൻ്റെ ഭാഗത്ത് നിന്ന്, കാരണം നിരവധിയായി ഒരുപക്ഷെ പോലീസിന് സോഴ്സ് ലഭിക്കുന്നതിലൊക്കെ ഈ ആളുകളൊക്കെ എല്ലാവരും പറയണമെന്നില്ല, ഒരുപക്ഷെ നാട്ടുകാർക്കൊക്കെ അറിയുമായിരിക്കും ഈ എവിടെയൊക്കെയാണ് ഈ ലഹരിയുടെ കേന്ദ്രം എന്നുള്ളത്. എന്നാൽ പോലും ഭയന്നായിരിക്കാം പറയാത്തത്. എന്നാൽ പോലും പോലീസിന് വിവരം ലഭിച്ചാൽ പോലും ഈ ഒരു വിഷയത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത ഒരു സാഹചര്യമുണ്ടോ? ഇപ്പം പോലീസും എക്സൈസും ചേർന്ന സംയുക്ത റെയ്ഡും സംവിധാനങ്ങളൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിനെ പോലീസ് ജില്ലാ തന്നെ വ്യാപകമായ റെയ്ഡ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് വ്യാപകമായ അറസ്റ്റും കാര്യങ്ങളും മുമ്പെങ്ങും ഇല്ലാത്തതും നടപ്പാക്കപ്പെടുന്നത്. അപ്പൊ അതിനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട്. മറ്റൊന്ന്, എക്സൈസും പോലീസും വെവ്വേറെയാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത്. എക്സൈസിന് ഉള്ളതിനേക്കാൾ കൂടുതൽ സംവിധാനം പോലീസിനാ ഉള്ളത്. അപ്പൊ എക്സൈസിന് പലപ്പോഴും സ്റ്റാഫും സംവിധാനവും കുറവായിരിക്കും. അപ്പൊ ഇവരോട് നേരിടാൻ കഴിയാതെ വരും. അപ്പൊ പോലീസ് കൂടി ചേർന്നുള്ള റെയ്ഡുമായി വന്നിട്ടുള്ളത് അതാണ് ഇപ്പോൾ ഫലപ്രദമായി മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ലഹരി മരുന്ന് കഴിക്കുമ്പോൾ അത് ന്യൂറോ ടോക്സിനുകളുടെ ഉൽപാദനം തലച്ചോറ് കൂടുകയാണ്. അപ്പൊ തലച്ചോറിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളിൽ മാറ്റം വരികയാണ്. മാറ്റം വരുന്നതോടുകൂടി ചിന്താശേഷി അത് ബാധിച്ചിട്ട് ലഹരി ഉപയോഗം മനുഷ്യനെ അക്രമാസക്തനും കൊലപാതകയാക്കി മാറ്റുന്നു എന്നുള്ള അവസ്ഥ. ഒപ്പം തന്നെ ഇത് പിടിക്കാൻ ചെല്ലുന്ന സന്ദർഭത്തിലും പോലീസിന് പലപ്പോഴും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധം ഇവർ അക്രമകാരികളായിട്ട് മാറുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. കാരണം ലഹരി ഉപയോഗിച്ച ഒരാളെ 8-10 പോലീസുകാർ ചേർന്നിട്ട് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലാണ് അയാളുടെ പെരുമാറ്റം. പിന്നെ പോലീസ് ചെല്ലുന്ന സന്ദർഭത്തിൽ കമ്പിപ്പാരയുമായി വന്ന് പോലീസിന്റെ വാഹനമൊക്കെ അടിച്ചു തകർക്കുന്ന ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കാണാം. അപ്പോ ഒരു സംഘടിതമായ ശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് ഈ മാഫിയെ നേരിടാൻ പറ്റുള്ളൂ. പിന്നെ ആരെങ്കിലും പോലീസിലേക്ക് ഇത് പരാതി കൊടുത്ത ഈ ദിവസങ്ങളിൽ തന്നെ കണ്ട വാർത്തകളാണ്. ആരെങ്കിലും ഒറ്റുകൊടുക്കുന്നു, ഈ വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നത് കണ്ടാൽ സംഘം ചേർന്ന് അറിയിച്ച ആളെ കൊലപ്പെടുത്തുന്ന കേസുകൾ പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു ഭയത്തിന്റെ സാഹചര്യം എല്ലായിടത്തുമുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് തുതീർ എന്ന് പറയുന്ന സ്ഥലത്ത് ചുറ്റികയായി പോയ ആളോട് എന്താ ചുറ്റികയായി പോയെന്ന് ചോദിച്ചതിന്റെ പേരിൽ അയാള് ഈ ചോദിച്ചയാൾ ആക്രമിക്കുകയും കൈയുടെ വിരൽ ഒടിക്കുകയും ചെയ്യുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഇടപെടാൻ പോലും ഭയം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ മയക്കുമരുന്നുകളുടെ ഒരു പ്രത്യേകത മൂലമാണ്. എങ്കിലും പോലീസും എക്സൈസും ഒക്കെ ക്രിയാത്മകമായി ഇപ്പോൾ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം.